എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ വർക്ക് ആൻഡ് എനർജി, പ്രവൃത്തിയും ഊർജ്ജവും എന്ന ചാപ്റ്ററിന്റെ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇതൊക്കെ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ക്യാൻ വി സേ ദാറ്റ് വർക്ക് ഈസ് ഡൺ ബൈ എ ഫോഴ്സ്? അതായത് ഒരു ബലം പ്രവൃത്തി ചെയ്തു എന്ന് കണക്കാക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ സന്ദർഭം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നോക്കാം. വെൻ ദ ഒബ്ജക്ട് ഡസ് നോട്ട് മൂവ് ഡെസ്പൈറ്റ് ദ യൂസ് ഓഫ് ഫോഴ്സ്. അതായത് ബലം പ്രയോഗിച്ചിട്ടും വസ്തു ചലിക്കാതിരിക്കുമ്പോഴാണോ? ഇനി വെൻ ദ ഒബ്ജക്ട് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തു എതിർദിശയിൽ ചലിക്കുമ്പോഴാണോ? ഇനി വെൻ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് വെൻ ദ ഒബ്ജക്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തു അതേ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴാണോ? അല്ലെങ്കിൽ നൺ ഓഫ് ദിസ്, ഇവയൊന്നുമല്ല. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഒരു ബലം പ്രവൃത്തി ചെയ്തു എന്ന് കണക്കാക്കുന്ന സിറ്റുവേഷൻ എപ്പോഴാണ്? ബലം പ്രയോഗിക്കുമ്പോൾ വസ്തു ആ പ്രയോഗിച്ച ബലത്തിന്റെ അതേ ദിശയിൽ മൂവ് ചെയ്യുന്നു. അതായത് വസ്തുവിന് സ്ഥാനാന്തരം, അതേ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോൾ. അപ്പൊ ഇതാണ് ആൻസർ കേട്ടോ. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തു അതേ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുമ്പോൾ. when the force is applied when the object is displaced in the same direction. Then അടുത്ത ക്വസ്റ്റ്യൻ. ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ബോഡി കനോട്ട് ഡു എനി വർക്ക് ഇഫ് ദ ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ് ആർ ഡാഷ്. അതായത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ ഡാഷ് എങ്കിൽ ആ ബലങ്ങൾക്ക് വസ്തുവിൽ പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ല. ഒരു വസ്തുവിലേക്ക് അല്ലെ, ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, ഈ ഒബ്ജക്റ്റിലേക്ക് ബലം കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ വസ്തുവിൽ പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെയുള്ള ബലങ്ങളായിരിക്കും ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും അല്ലെ. ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്, സന്തുലിത ബലങ്ങൾ അല്ലെ. സന്തുലിത ബലമാണെങ്കിൽ അല്ലെ, സന്തുലിത ബലമാണെങ്കിൽ എങ്ങനെയാണ് വസ്തുവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ടു ബി ഡൺ അഗെയിൻസ്റ്റ് ദ എർത്ത്സ് ഗ്രാവിറ്റി ടു റേസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 5 കിലോഗ്രാം ടു എ ഹൈറ്റ് ഓഫ് 3 മീറ്റർ. 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 3 മീറ്റർ 5 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 3 മീറ്റർ ഉയരത്തിലെത്തിക്കാൻ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. മാസ് തന്നിട്ടുണ്ട്, 5 kg ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലേ തന്നിരിക്കുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് വർക്കാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഗുരുത്വാകർഷണത്തിനെതിരായിട്ടുള്ള വർക്കാണുള്ള ഇക്വേഷൻ എന്താണ്? W is equal to mgh ആണ്. ജിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. മാസ് 5 ആണ്, ജി ഇവിടെ തന്നിട്ടുണ്ട്, 10 തന്നിട്ടുണ്ട് കേട്ടോ. തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 9.8 വെച്ച് തന്നെ ചെയ്യൂ കേട്ടോ. 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ എത്ര വരും? 150 എന്ന് വരും അല്ലേ. 150 അതാണ് യൂണിറ്റ്. ഏതാണ് വർക്കിന്റെ യൂണിറ്റ്? ജൂൾ ആണ്. W is equal to 150 ജൂൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ക്ലൈംബ് ചെയ്യുന്നു, ലോറിയിലേക്ക് ലോഡ് കയറ്റുവാണ്, അതുപോലെ എന്താണ് ഒരു പാറ കുട്ടി തള്ളുവാണ്, ഒരു ട്രോളി അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ ട്രോളി തള്ളുവാണ്, പിന്നെ എന്താണ് ഒരു ചുമടുമായിട്ട് ഒരാൾ നിൽക്കുന്നു. ഇനി വിച്ച് ആർ ദ ഒക്കേഷൻസ് ഇൻ വിച്ച് വർക്ക് ഈസ് ഡൺ, ജസ്റ്റിഫൈ യുവർ ആൻസർ. പ്രവൃത്തി ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം, ഉത്തരം സാധൂകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തി ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ സന്ദർഭങ്ങളാണ് പ്രവൃത്തി ചെയ്യുന്നത്? ഇത് അല്ലേ, ഈ ഒരു സന്ദർഭങ്ങൾ. ഫസ്റ്റ് കേസ് എ നമുക്ക് എടുക്കാം. ഇത് എയും ഇത് ബി, ഇത് സി, ഇത് ഡി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സന്ദർഭം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതാണ് ഈ ഒരു സന്ദർഭത്തിൽ, അതായത് എയും സിയും, എ ആൻഡ് സി എന്ന് പറയാം. അതായത് ജസ്റ്റിഫിക്കേഷൻ നമുക്ക് എങ്ങനെ എന്താണ് പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, അതായത് സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ട് അല്ലേ. സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ടല്ലോ, അപ്പൊ അത് നമുക്ക് പറയാം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി which are the occasions in which work has not been done, justify the answer. പ്രവൃത്തി ചെയ്യപ്പെടാത്ത സന്ദർഭങ്ങളെല്ലാം ഉത്തരം സാധൂകരിക്കാം. പ്രവൃത്തി ചെയ്യപ്പെടാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഈ ഒരു കേസിൽ പാറ തള്ളുന്നുണ്ടോ? ഇല്ല. ഈ ഒരു കേസിലും വർക്ക് ചെയ്യുന്നില്ല. അതായത് ബിയും ഡി എന്നും പറയാം. ബി ആൻഡ് ഡി, ഈ രണ്ട് സിറ്റുവേഷനിലും എങ്ങനെയാണ് വർക്ക് അവിടെ ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എന്താണ് സ്ഥാനാന്തരം അവിടെ ഉണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വർക്ക്. വർക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫോഴ്സും അല്ലെ, ഫോഴ്സും അതുപോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് എന്താണ് ബലവും പിന്നെ എന്താണ് സ്ഥാനാന്തരവും. ഇങ്ങോട്ട് എഴുതുക, ബലവും സ്ഥാനാന്തരവും. ഇനി ഹൗ ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് വർക്ക് ഡൺ, പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വർക്ക് എന്ന് പറഞ്ഞാൽ W ആണ്. W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതായത് ബലത്തിനെ സ്ഥാനാന്തരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കാണാനുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം.
മനസ്സിലായല്ലോ? ഇതാ ഉത്തരം കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. ഇതാ നോക്കട്ടെ, ആദ്യ സിറ്റുവേഷൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു ഇത് എ കേട്ടോ, ഇത് എ, ഇത് ബി, ഇത് സി, ഡി ആയിട്ട് എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എ ആൻഡ് സി അണ്ടർഗോ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് അവിടെ വർക്ക് ചെയ്തു എന്ന് പറയാം. ബിയിലും ഡിയിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഇവിടെ വർക്ക് ഉണ്ടാകുന്നില്ല. ഇക്വേഷൻ കണ്ടു. പിന്നെ എന്താണ് പ്രവർത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ബലവും സ്ഥാനാന്തരവും, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ദെൻ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഒബ്സർവിംഗ് ദ പിക്ചർ, ദെൻ റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ട്, ഈ പിക്ചർ നോക്കിയിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ടേബിൾ, അല്ലെങ്കിൽ എന്താണ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. അതായത് പെട്ടിയിൽ അല്ലെങ്കിൽ ടേബിൾ അനുഭവപ്പെടുന്ന ബലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ബലത്തിന്റെ ദിശയും പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ചൈൽഡ്, അതായത് കുട്ടി പ്രയോഗിക്കുന്ന ബലം അല്ലെ, നമ്മൾ പഠിച്ചാണ് കുട്ടി പ്രയോഗിക്കുന്ന ബലം എങ്ങോട്ടാണ്? ഈ ഒരു ഡയറക്ഷനിലേക്കാണ്, P2D ആണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? താഴേക്കാണല്ലോ. അതായത് ഇങ്ങനെ നമുക്ക് എഴുതാം A2P എന്ന് പറയും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് A2P ആണ്. ഇനി എന്താണ്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, അതായത് കർഷണബലം. കർഷണബലം എങ്ങനെയാണ്? കുട്ടി വലിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇത്, അത് P2B അല്ലെ. പിയിൽ നിന്നും ബിയിലേക്കാണ് കർഷണബലം. ഇനി ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ടേബിൾ ഓൺ ദ ബോക്സ്, അതാ നോക്കുന്നതാണ് മേശപ്പെട്ടിയിൽ പ്രയോഗിക്കുന്ന ബലം. മേശപ്പെട്ടിയിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നത്, അത് ഇതാണ്, അതായത് C2P അല്ലെ. C2P എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. വർക്ക് ഡൺ നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷൻ ഏതാണ്? നെഗറ്റീവ് വർക്ക് ആവുന്ന സിറ്റുവേഷൻ ഏതാണ്? ഒരു സിറ്റുവേഷനേ ഉള്ളൂ, അതായത് ഈ ഒരു സിറ്റുവേഷൻ P2B, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അല്ലെ. അതായത് കർഷണ ബലം വരുമ്പോഴല്ലേ കുട്ടി ഈ ദിശയിലേക്ക് വലിക്കുന്നുണ്ട്, അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് P2B. ആ ഒരു സിറ്റുവേഷനിൽ P2B ആ ഒരു സിറ്റുവേഷൻ എന്താണ്? നെഗറ്റീവ് വർക്കാണ് അല്ലെ. P2B എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവ് വർക്കാണ്, നെഗറ്റീവ് പ്രവൃത്തിയാണ്. മനസ്സിലായല്ലോ? ഇനി എ ബോഡി ഓഫ് മാസ് m കിലോഗ്രാം ഈസ് റേസ്ഡ് ടു എ ഹൈറ്റ് h മീറ്റർ, ദ വർക്ക് ഡൺ വിൽ ബി m കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ h മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തി ഏതാണ്? ഗുരുത്വാകർഷണത്തിനെതിരെയല്ല, ദാറ്റ് ഈസ് W is equal to mgh. ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 1 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് കണ്ടിന്യൂസ്ലി ഓൺ എ ടേബിൾ ഓഫ് മാസ് 40 കിലോഗ്രാം, ഇറ്റ് അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 2 മീറ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. എന്താണ്? 40 കിലോഗ്രാം മാസ് ഉള്ള ഒരു മേശയിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ അതിന് 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ബലം ചെയ്ത് പ്രവർത്തിയുടെ അളവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എ ആണ് അല്ലേ. അപ്പൊ അതാണ് മാസ് തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്? 40. മാസ് 40 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. ഫോഴ്സ് തന്നിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ഫോഴ്സ് F എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ടല്ലോ, S എന്ന് പറഞ്ഞിരിക്കുന്നത് 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് വർക്കല്ലേ കണ്ടുപിടിക്കേണ്ടത്? W ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്, വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ വർക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ W ഈസ് ഈക്വൽ ടു ഏതാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഫോഴ്സ് തന്നിട്ടുണ്ട് 100 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ എത്ര കിട്ടും? 200 അല്ലെ. 200 ജൂള്. വർക്ക് കിട്ടിയല്ലോ, 200 ജൂൾ എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത പാട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇത് സെയിം ടേബിൾ ഈസ് റേസ്ഡ് ബൈ 2 മീറ്റർ, വാട്ട് വുഡ് ബി ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇതേ സമയം 2 മീറ്റർ അല്ലെ, ഇതേ വസ്തുവിനെ 2 മീറ്റർ ഉയർത്തുവാണെന്നുണ്ടെങ്കിൽ ഗുരുത്വാകർഷണത്തിനെതിരെ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 2 മീറ്റർ ഉയർത്തുവാണ് ചെയ്യുന്നത്. അപ്പൊ ഉയർത്തുമ്പോൾ നമുക്കറിയാം എന്താണ്? ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. അപ്പൊ ഏതാണ്? ഗുരുത്വാകർഷണത്തിനായിട്ടുള്ള വർക്കല്ലേ. W is equal to m into g into h ചെയ്ത് വെച്ചാൽ മതി അല്ലെ. മാസ് നമുക്കറിയാം എത്രയാണ്? 40 അല്ലെ. G എന്ന് പറഞ്ഞാൽ 10 ആയിട്ട് എടുക്കാം കേട്ടോ. ദെൻ H എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ് കേട്ടോ. അപ്പൊ എത്ര കിട്ടും? 800 എന്ന് കിട്ടും. 800 ജൂള്. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് 800 ജൂൾ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. നമുക്കറിയാം ബലപ്രയോഗ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ മാത്രമാണ് പ്രവൃത്തി ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എങ്കിൽ റൈറ്റ് ദ SI യൂണിറ്റ് ഓഫ് വർക്ക്. വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ അല്ലെ. ജൂൾ ആണ് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ SI യൂണിറ്റ്. ഇനി എ ചൈൽഡ് ഈസ് സ്റ്റാൻഡിങ് വിത്ത് എ ബാഗ് ഓഫ് 5 കിലോഗ്രാം, വാട്ട് ഈസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. 5 കിലോഗ്രാം മാസുള്ള ഒരു ബാഗുമായി നിൽക്കുന്ന കുട്ടി ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എത്രയാണ്?
എത്ര ഒരു ആൻസർ? 5 കിലോഗ്രാം മാസുള്ള ബാഗുമായിട്ട് കുട്ടി അവിടെ നിൽക്കുവാണ് ചെയ്യുന്നത്. ഗുരുത്വാകർഷണത്തിനെതിരെ അവിടെ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കുമല്ലോ, 0 അല്ലേ? അവിടെ ഹൈറ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ? ആ ബാഗുമായിട്ട് കുട്ടി അവിടെ നിൽക്കുവാണ് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടോട്ടൽ വർക്ക് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി സി, the same bag is lifted and placed above an alamara of height 2 meter by the child. Calculate the work done against the gravitation force. ഇതേ ബാഗ് 2 മീറ്റർ ഉയരമുള്ള അലമാരയുടെ മുകളിൽ വയ്ക്കുമ്പോൾ കുട്ടി ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എച്ച് തന്നിട്ടുണ്ടല്ലോ, എച്ച് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാമല്ലോ. W=mgHb വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 5 കിലോഗ്രാം തന്നിട്ടുണ്ട്. G 10 ആക്കി എടുക്കാം. എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആക്കി എടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും ആൻസർ? 100 അല്ലെ? 100 ജൂൾ എന്ന് വരും വർക്ക്. ക്ലിയർ അല്ല? അപ്പൊ ആ കുട്ടി അവിടെ നിൽക്കുവാകുമ്പോ അവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് വർക്ക് അവിടെ 0 ആണ്. ദെൻ ആ ബാഗിനെ മുകളിലോട്ട് ഉയർത്തുവാണ്, അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Then അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് വെദർ ദ വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി എന്നിവ കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഇത് ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു താഴേക്ക് വീഴും, അപ്പൊ ഗുരുത്വാകർഷണം മൂലമല്ല താഴേക്ക് വീഴുന്നത്, അതുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണ്? പോസിറ്റീവ് പ്രവൃത്തിയാണ് അല്ല, അല്ലെങ്കിൽ പോസിറ്റീവ് വർക്കാണ്. ഇനി വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജക്ട് മൂവിംഗ് എലോങ് എ പ്ലെയിൻ സർഫസ്. നിരപ്പായ പ്രതലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൽ കർഷണബലം ചെയ്യുന്ന പ്രവൃത്തി. നിരപ്പായ ഒരു പ്രതലാണ്, അവിടെ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെയാണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതായത് എങ്ങനെയാണ്? നെഗറ്റീവ് വർക്കാണ് അല്ലെ? അവിടുത്തെ വർക്ക് ഏതാണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. മനസ്സിലായല്ലോ? ഇനി ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഡ്രോയിങ് വാട്ടർ ഫ്രം എ വെൽ യൂസിങ് എ റോപ്പ് വിത്തൗട്ട് എ പുള്ളി. ഒരാൾ കിണറ്റിൽ നിന്ന് കയർ ഉപയോഗിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം മുകളിലോട്ട് വലിച്ചെടുക്കുന്നു, അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി. കയർ ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് വെള്ളം ഉയർത്തുകയല്ലേ ചെയ്യുന്നത്, വലിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ ഏതാണ്? പോസിറ്റീവ് അല്ലെ? നമ്മൾ കയറിലേക്ക് ഫോഴ്സ് കൊടുക്കില്ല, ആ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, അപ്പൊ എന്താണ്? അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഈ സന്ദർഭത്തിൽ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ്? താഴട്ടല്ലേ, അപ്പൊ എന്താണ്? നെഗറ്റീവ്. അവിടുത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് വർക്കാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള പോസിറ്റീവ് വർക്കാണ് നെഗറ്റീവ് വർക്കാണോ എന്നുള്ള ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും എന്തായാലും കേട്ടോ, സിറ്റുവേഷൻസ് തന്നിട്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻസുകളുണ്ട്, അതും പഠിക്കുക, അതിന്റെ കൂടത്തിൽ ഇതും പഠിക്കുക കേട്ടോ. എല്ലാ തരത്തിലുള്ള എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോയ് ഈസ് ട്രൈങ് ടു പുഷ് ദ കോൺക്രീറ്റ് പില്ലർ ഓഫ് ദി ബിൽഡിംഗ് യൂസിങ് എ ഫോഴ്സ് ഓഫ് 300 ന്യൂട്ടൺ. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ ബോയ്. 300 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചുകൊണ്ട് വീടിന്റെ കോൺക്രീറ്റ് തൂൺ തള്ളി നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി. ആ കുട്ടി ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്രയാണ്? ഫോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, എഫിന്റെ പറഞ്ഞിരിക്കുന്നത് 300 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആ കുട്ടി എന്താണ് ചെയ്യുന്നത്? ആ കോൺക്രീറ്റ് പില്ലറിനെ തള്ളി നീക്കുവാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാവുന്നല്ലോ, ഉണ്ടോ? ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്കും എങ്ങനെയായിരിക്കും? വർക്കും 0 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 0 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. വർക്ക് ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ സ്ഥാനാന്തരം അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിലാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, കുറച്ച് പോർഷൻസ് മാത്രമുള്ള എക്സാമിനുള്ളൂ, വർക്ക് വരെയുള്ളൂ. അപ്പം അത്രയും പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കല്, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകളൊക്കെ പഠിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.